ഹരി ഓം. ഞാൻ ചാന്ദിനി, സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 7th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 11 ലെസണിൻ്റെ റിവിഷൻ ക്വസ്റ്റ്യൻസാണ്. റിവിഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇച്ഛാമഹ ഇതി ക്രിയാപദേ കഹ ലകാരഃ. ഇച്ഛാമഹ എന്ന വാക്കിൻ്റെ എന്ത് ലകാരമാണ്? ലകാരം അറിയാലോ. അതിനൊരു ചോയ്സ് ക്വസ്റ്റ്യൻ തരും. ലങ്, ലട്ട്, റട്ട്, ഇങ്ങനെ എടുത്തു. അപ്പോൾ അതിൽ ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും? ഇച്ഛാമഹ എന്ന് പറയുമ്പോൾ ലട്ടാണ് അല്ലേ? ഇച്ഛാമി, ഇച്ഛാവഹ, ഇച്ഛാമഹ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ചോയ്സ് ആയിരിക്കും. അപ്പോൾ ലട്ടാണ് ഇവിടെ ആൻസർ വരുന്നത്. ലട്ടാണ്. അടുത്ത ദീപസ്യ. ദ്യൂപസ്യ ഇതി പദേ കാ വിഭക്തി? ദ്യൂപസ്യ എന്ന പദത്തിൻ്റെ വിഭക്തി എന്താണ്? അതും ചോയ്സ് ക്വസ്റ്റ്യൻ. പഞ്ചമി, ഷഷ്ടി, സപ്തമി ഇങ്ങനെ തരും. അപ്പോൾ ഇവിടെ ഏതാ? ദീപസ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഷഷ്ടി അല്ലേ? ദീപസ്യ ദീപയോഹോ ദീപാനാം. അപ്പോൾ ഷഷ്ടി. ഷഷ്ടി ഏകവചനമാണ് വരുന്നത്. ഷഷ്ടി. അടുത്തത് സൂചയതു. സൂചയതു ഇതി ക്രിയാപദേ കഹ ലകാരഃ. അതിൻ്റെ ലകാരം എന്താണ്? സൂചയതു എന്നുള്ള ക്രിയാപദത്തിൻ്റെ ലകാരം ഏതാണ്? ലകാരം എന്ന് പറയുമ്പോൾ ലട്ട്, ലങ്, ലോട്ട് ഒക്കെ വരും അല്ലേ? അപ്പോൾ ഇവിടെ സൂചയതു ഏതാണ്? ലോട്ടല്ലേ? അപ്പോൾ ലോട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ലോട്ടാണ്. കുറേ പഠിച്ചതാണ്. ഇനി അകരോത്ത്. അകരോത്ത് ഇതി ക്രിയാപദേ കഹ ധാതുഹു. ഇനി ധാതുവാണ് ചോദിക്കുന്നത്. അകരോത്ത് എന്ന വാക്കിൻ്റെ എന്ന ക്രിയാപദത്തിൻ്റെ ധാതു എന്താണ്? ധാതു അറിയാമല്ല. ആ വേർഡ് ഏതിൽ നിന്നാണ് ഉണ്ടായത്? അതാണ് ധാതു. അപ്പോൾ അകരോത്ത് കൃ ധാതു അല്ലേ? അപ്പോൾ കൃ എന്ന് മാത്രം എഴുതിയാൽ മതി. കൃ ധാതുഹു. അടുത്ത സമുദ്ര തടേഷു ഇതി പദേ കാ വിഭക്തി? സമുദ്ര തടേഷു എന്ന പദത്തിൻ്റെ വിഭക്തി ഏത്? തടേഷു, രാമേഷു, അശ്വേഷു, ഗജേഷു. ഏതാ? സപ്തമി ബഹുവചനമല്ലേ? അപ്പൊ സപ്തമി. സപ്തമി. അടുത്ത ഭവാൻ സ്വരാജ്യദീപം ദൃഷ്ടവാൻ. ഭവാൻ സ്വരാജ്യദീപം ദൃഷ്ടവാൻ. അത്ര ക്രിയാപദം കിം? ആ സെന്റൻസിലെ ക്രിയാപദം ഏതാണ്? ഏതാണ് ക്രിയാപദം? ദൃഷ്ടവാൻ. കണ്ടു. അവൻ കണ്ടു എന്നുള്ളത് കാണിക്കുന്നതാണ്. ദൃഷ്ടവാൻ. അപ്പോൾ എന്തോന്നാണ് അവിടുത്തെ? ഇവിടെ എന്ത് ചെയ്യണം? ദൃഷ്ടവാൻ. ദൃഷ്ടവാൻ. സവർക്കാരഃ കതി വർഷാണി. എത്ര വർഷം? കഷ്ടം സോഢവാൻ. എത്ര വർഷമാണ് കഷ്ടം അനുഭവിച്ചത്? എത്ര വർഷമാണ്? 10 വർഷമല്ലേ? അതിനെന്തോന്ന്? ദശവർഷ. അപ്പം ഇവിടെ വർഷാണിയാണ് ചോദിച്ചത്. കതി വർഷാണി. അപ്പം ദശ വർഷാണിന്ന്. ദശ വർഷാണി. ദശവർഷാണി. ഇങ്ങനെയാണ് എഴുതേണ്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അകരവം ഇതി ക്രിയാപദസ്യ കർത്തൃപദം കിം? അകരവം എന്നുള്ളതിൻ്റെ എന്താ? ക്രിയാപദത്തിൻ്റെ കർത്തൃപദം. അതിൻ്റെ കർത്താവ് എന്തായിരിക്കും വരുന്നത്? ഇത് ക്രിയയില്ല. അപ്പോൾ കർത്താവ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ത്വം, ഗൃഹം, അഹം, വയം. ഏതാ അവിടെ വരുന്നത്? അഹമല്ലേ? അഹം അകരവം. അഹമാണ് അകരവം. അകരവാവ, അകരവാമ. അപ്പം അകരവം. അപ്പം ഇവിടെ എന്ത് എഴുതണം? അഹം. അഹം. അടുത്തത് ഘോരം ഇതി പദസ്യ. ഘോരം ഇതി പദസ്യ കഹ അർത്ഥ. ഘോരം എന്നുള്ള പദത്തിന് എന്തർത്ഥമാണ് അവിടെ ഉള്ളത്? ബ്രാക്കറ്റിൽ ദുഃഖം, കഷ്ടം, ഭീഷണം, സഹനം. ഏതായിരിക്കും? ദുഃഖമാണോ? അല്ല. കഷ്ടവും അല്ല. ഭീഷണമാണോ? ഘോരമായിട്ടുള്ളത് ഭീഷണം. അപ്പം ഭീഷണമാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ആൻസർ എഴുതുന്ന ഭീഷണം. അടുത്ത ഏകപദം ലിഖത. ഒരു ഒറ്റപ്പദം ആക്കാൻ താഴെ കൊടുത്തിട്ടുള്ളത് ഒറ്റപ്പദം. രാമായണസ്യ കാലേ. ടെക്സ്റ്റ് വന്നതാണ്. രാമായണസ്യ കാലേ, രാമായണ കാലേ, രാമായണ കാലേ. അടുത്തത് ദേശസ്യ ഭക്തഃ
ദേശഭക്തഃ. ദേശഭക്തഃ. അടുത്തത് ദ്വീപാനാം സമൂഹഃ ദ്വീപസമൂഹഃ. ദ്വീപസമൂഹഃ. ദ്വീപാനാം സമൂഹഃ ദ്വീപസമൂഹഃ. ഇനി അടുത്തത് വിശേഷണ വിശേഷ്യ പദാനാം മേളനം കുരുക. ഒരു വിശേഷണം, ഇവിടെ ഇത്രയും വിശേഷണം കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇത്രയും വിശേഷ്യവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടും കൂടി എങ്ങനെ യോജിക്കും? അത് സാധാരണ മാച്ച് ദ ഫോളോയിങ് പോലെയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. അന്യൈഹി. അന്യൈഹി തൃതീയ ബഹുവചനമാണ് വരുന്നത് അല്ലേ? അന്യൈഹി മറ്റുള്ളവരാൽ. മറ്റുള്ളത് അതിന് ഏതൊക്കെയും ചേരുന്നത്? അന്യൈഹി ജലചരൈഹി അല്ലേ? അപ്പോൾ അത് ഒന്നാമത്തത്. ശരിക്കും നമ്മളിങ്ങനെ ഞാൻ വരച്ചാണ് എഴുതുന്നത്. ഇപ്പോൾ ഞാൻ എഴുതി നമ്പർ 1 അന്യേഹി ജലചരൈഹി, മറ്റുള്ള ജലചരങ്ങളാൽ. ജലചരം എന്ന് പറഞ്ഞാൽ ജലത്തിൽ കൂടി പോകുന്ന മൃഗങ്ങൾ. അടുത്ത മഹതി. മഹതി. മഹതി സ്ത്രീലിംഗമല്ലേ വരുന്നത്? മഹതി ആയിട്ടുള്ള ഭൂമിക അല്ലേ? മഹതി ഭൂമിക. അടുത്തത് മഹാൻ. മഹാനായിട്ടുള്ളതിലേതാണ്? ദേശഭക്തഃ. മഹാൻ ദേശഭക്തഃ. ഇനി അസ്മിൻ. അസ്മിൻ എന്താണ്? ദ്വീപേ. അസ്മിൻ ദ്വീപേ, ഈ ദ്വീപിൽ. ഇനി ഉത്സാഹിതാഹ. ഉത്സാഹമുള്ളവർ ആരാണ് ഇതിനകത്ത്? ഇത് ബഹുവചനമാണ്. പിന്നെ ഏതാണ്? ബാലാഹ. ഉത്സാഹിതാഹ ബാലാഹ. പിന്നെ നീലം. നീല നിറത്തിലുള്ളത് എന്താണ്? സമുദ്രം. അപ്പം 6. നീലം സമുദ്രം. ഇതാ പടത്തിലുണ്ട് ഇങ്ങനെ വിശേഷണവും വിശേഷ്യവും. കാരണം ഉത്സാഹിതരായിട്ടുള്ള ബാലന്മാർ. ഉത്സാഹിത എന്നുള്ളതാണ് വിശേഷണം, ബാലാഹ എന്നുള്ളത് വിശേഷ്യം. അടുത്തത് നീലം എന്നുള്ളത് വിശേഷണം, സമുദ്രം എന്നുള്ളത് വിശേഷ്യം. അടുത്ത വിശിഷ്ടാനി. വിശിഷ്ടാനി വിശിഷ്ടങ്ങളായതിലേതാണ്? വിശിഷ്ടാനി സ്ഥാനാനി. അത് വിശിഷ്ടാനി പോലെ തന്നെയാണ് സ്ഥാനാനി. വിശിഷ്ടങ്ങളായ സ്ഥാനങ്ങൾ, സ്ഥലങ്ങൾ. 7. അടുത്ത പവിത്രം. പവിത്രമായിട്ടുള്ളത് ഏതിലാണ്? ഇതിലെ പവിത്രം ഗുരുകുലം. പവിത്രം ഗുരുകുലം. 8. സുന്ദരി. സുന്ദരിയായിട്ടുള്ളത് ഏതിലാണ്? സുന്ദരി യുവതി. സ്ത്രീലിംഗമല്ലേ? സുന്ദരിയായ യുവതി. ഉന്നതാൻ. ഉന്നതങ്ങളായിട്ടുള്ള എന്താണ്? വൃക്ഷാൻ. അപ്പം ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് പോലെ അറിയാം, വിശേഷണവും വിശേഷ്യവും. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അവ്യയാനി ക്രിയാപദാനി ച വിവിച്യ ലിഖത. അവ്യയങ്ങൾ, ക്രിയാപദങ്ങൾ കുറെ കൊടുത്തിട്ടുണ്ട്. അതിൽ അവ്യയങ്ങൾ ഏതൊക്കെയാണ്, ക്രിയാപദങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചെഴുതണം എന്നാണ്. അപ്പം ഞാനിവിടെ അവ്യയാനി പ്രത്യേകം വെച്ചിട്ടുണ്ട്, ക്രിയാപദാണ്. അപ്പോൾ അവ്യയങ്ങളെല്ലാം ഇവിടെ എഴുതുക, ക്രിയാപദാനി ഇവിടെ എഴുതുക. ആദ്യത്തെ നോക്കിക്കോളൂ. അത്ര. അത്ര എന്നുള്ളത് എന്താണ്? ക്രിയയാണോ? അല്ല, അവ്യയമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അത്ര. അത്ര അവ്യയമാണ്. അടുത്തത് അസ്ഥി. അസ്ഥി ക്രിയയല്ലേ? പുസ്തകം അസ്ഥി. അസ്ഥി. ഇച്ഛതി. ഇച്ഛതിയും ക്രിയയാണ്. ഇച്ഛതി ക്രിയയാണ്. പിന്നെ ഇതി. ഇതി എന്താണ്? ഇത് അവ്യയമാണ്. ഇതി, ഇവ, സന്ധി. സന്ധി ക്രിയ. സന്ധി. ജീവാമഹ അത് ക്രിയയാണ്. ജീവാമഹ. കുർവന്തി ക്രിയ. കുർവന്തി. സർവത്ര അവ്യയമാണ്. സർവത്ര. ച അവ്യയം. ഏവ അവ്യയം. അദ്യ അവ്യയം. പിന്നെ ഗമിഷ്യാമഹ അത് ക്രിയയാണ്. ഗമിഷ്യാമഹ. ഗമിഷ്യാമഹ. ഇങ്ങനെ ഇതിൻ്റെ ഇതുപോലത്തത് കുറെ നോക്കുക. അങ്ങനെ വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഏകപദേ ക്വസ്റ്റ്യൻ ആൻസർ അതിനകത്തുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ഏകപദേന ഉത്തരപ്പ്. പിന്നെ അധ്യാപിക കസ്യ മാനചിത്രേ അണ്ടമാൻ ദ്വീപസമൂഹം ദർശയതി. ഏതിൻ്റെയാണ് പിന്നെ മാപ്പിൽ അണ്ടമാൻ ദ്വീപത്തിൻ്റെ കാണിക്കുന്നത്? ആരുടെയാണ്? ഭാരതസ്യ അല്ലേ? അപ്പോൾ ആൻസർ ഭാരതസ്യ ഒറ്റപ്പദം. രാമായണകാലെ അസ്യ ദ്വീപസ്യ നാമക്കും. രാമായണകാലത്ത് ആ ദ്വീപിൻ്റെ പേരെന്തായിരുന്നു? ഹണ്ടുകമാൻ.
സെല്ലുലാർ ഇതി കാരാഗാരം കുത്ര അസ്തി, എവിടെയാണ് സെല്ലുലാർ കാരാഗാരം? ആൻഡമാൻ ദ്വീപേ. പിന്നെ കസ്യ നാംനഃ ഇതിഹാസഃ അദ്ഭുതഃ അസ്തി, ഇതിഹാസത്തിൽ അത്ഭുതമായിട്ടുള്ളത് ഏതിൻ്റെ പേരാണ്? ആൻഡമാൻ ദ്വീപസ്യ. കസ്യ ചോദിച്ചപ്പോൾ അതനുസരിച്ച് ഉത്തരം. കാരാഗാരസ്യ അപരം നാമ കിം, കാരാഗാരത്തിൻ്റെ അപരമായിട്ടുള്ള നാമം ഏതാണ്? സെല്ലുലാർ. അപ്പം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. പിന്നെ അതുപോലെ ഇതിനകത്ത് പ്രശ്ന നിർമ്മാണം കുരുതാന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രശ്ന നിർമ്മാണം, മേക്ക് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഞാൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പഠിക്കാം. അപ്പോൾ ഈ 11th ലെസണിൻ്റെ റിവിഷൻ മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.